എല്ലാവരും പൂക്കള് ആസ്വദിക്കുന്നതിനേക്കാളും കൂടുതൽ ഫോട്ടോ എടുക്കുന്നു, അങ്ങനെയൊക്കെയാണ് കേട്ടോ. ഒരു ഫിയറ്റ് കാറൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ, വിധവിധമായ കളർ. ഗോൾഡ് വിങ് ഹോണ്ടയുടെ വണ്ടിയാണെന്ന് തോന്നുന്നു. ഇത് എന്ത് കുതിരയാണെന്ന് ഒരു പിടിയില്ല. കണ്ടോ, ഇതാ നമ്മളിതാ US ഇത് എവിടെയെന്ന് കാണുകയാണ്. ഇത് അമേരിക്ക, ഞാൻ നിൽക്കുന്നത് കാനഡ. ഒരു ദിവസം നയാഗ്ര കാണാറുണ്ട് കേട്ടോ. ഇവിടെ കുറെ ആക്ടിവിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ലോഹ അത്ഭുതം കാണാൻ വേണ്ടി ഇതാ ഏതാനും നിമിഷങ്ങൾക്കകം നമ്മളിതാ എത്താൻ പോവാണ്. ഇതാ എത്തിക്കഴിഞ്ഞു. അയ്യോ, കണ്ടു കേട്ടോ, കണ്ടു. ഗുഡ് മോർണിംഗ് പറഞ്ഞേ. നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും സാധനങ്ങളൊക്കെയാണ്. ഹലോ ഗൈസ്. ഹായ്, നമസ്കാരം. അടുത്ത വീഡിയോയിലേക്ക് എവിടെ? ഓക്കെ, നമ്മളിപ്പോ ടുലിപ്സ് കാണാൻ വേണ്ടിയിട്ട് നയാഗ്ര ഒരു ഗാർഡൻസിലേക്ക് പോവാണേ. അപ്പോൾ ഇന്നിപ്പോ നമ്മുടെ അബിയുണ്ട്, അഞ്ജലിയുണ്ട്, പ്രാണമോളുണ്ട്, എൻ്റെ വൈഫ് മീനും ഉണ്ട്. അപ്പോൾ രണ്ട് പേരും നമ്മുടെ പുതിയ ഒരു ഗസ്റ്റും നമ്മുടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്, നമ്മുടെ ആംബ്രോ. അതാണ്. അപ്പോൾ എനിവേ നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ കാനഡയിൽ വന്നിട്ട് ഫസ്റ്റ് ഒരു ലോങ് ട്രിപ്പ്, അതായത് ഇവിടുന്ന് 2 hours ട്രാവലിംഗ് ഉണ്ട്. നമ്മൾ ആദ്യമായിട്ടാണ് നയാഗ്ര ഇവിടെ വന്നതിന് ശേഷം കാണാൻ പോകുന്നത്. അപ്പോൾ ഗാർഡൻസ് കണ്ടിട്ട് നമ്മൾ നേരെ നയാഗ്ര പോയിട്ട് അങ്ങനെ വരാനാണ് പ്ലാനും. ഇനി എന്തായാലും ട്രിപ്പിലേക്ക് പോകുന്ന സ്റ്റാർട്ടപ്പാണ് ഇപ്പോൾ. രാവിലെ അല്ലേ? അതെ, രാവിലെ. അപ്പോൾ ഇതൊക്കെ ഉണ്ട്, ആസിഫ് അലിയെ പോലെ ഇല്ലേ? ഇഷ്ടപ്പെട്ടു. അപ്പോൾ എനിവേ എന്തായാലും നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. പോകുന്ന വിശേഷങ്ങളും കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരും. ഇന്ന് കൂടുതലും ക്യാമറ നിങ്ങൾക്ക് വേണ്ടി എല്ലാ വിഷ്വലും കാണിച്ചു തരാൻ പോകുന്നത് അബിയാണ്. ഓക്കെ, എനിവേ എന്തായാലും സ്റ്റാർട്ട് ചെയ്യാൻ പോവാണേ. അപ്പം എല്ലാവർക്കും ശുഭദിനം. ഹലോ, ഗുഡ് മോർണിംഗ്. ആംബ്രോ മുതലാളിയെ കാണിച്ചു തരാം. ഉറങ്ങണോടോ. ഇതാണ് നമ്മുടെ ആംബ്രോ മുതലാളി. അത് ഗോൾഡ് വിങ് ഹോണ്ടയുടെ വണ്ടിയാണെന്ന് തോന്നുന്നു. ഇനി 20 മിനിറ്റുള്ളിൽ നമ്മള് ടുലിപ്സ് ഫാമിൽ എത്തും. ഏകദേശം നമ്മളിപ്പോ ഒരു 1.5 മണിക്കൂറത്തെ ട്രാവലിംഗ് ആണ്. 145 കിലോമീറ്റർ അല്ലേ നമ്മളിപ്പോ? അതെ. 1.5 മണിക്കൂർ. രാവിലെ ആയതുകൊണ്ടാണ് തിരക്കില്ല. കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ട്രാഫിക് ആവും, പിന്നെ സീനാണ്. അപ്പൊ ഇനിവേണ്ടി നമുക്ക് രാവിലത്തെ സ്ലോട്ടാണ് കിട്ടിയത്. നമ്മള് ഒരു 11 മണിക്കുള്ള സ്ലോട്ട് നോക്കിയപ്പോഴത്തേക്ക് ഫുള്ളായിരുന്നു. അപ്പോ എന്തായാലും പോകുന്ന വഴിയിലുള്ള കാഴ്ചകൾ എന്ന് പറയുമ്പോൾ അടിപൊളിയാണ്. ഫുള്ളും എന്താ പറയാ, എന്തൊക്കെ കൃഷിയൊക്കെ ആയിട്ട് ഫുള്ള് ഫാമാണ്. ഒരു കൃഷി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതന്നെ, ബാക്കിലെ പോകുന്നവരെ അടഞ്ഞു കഴിഞ്ഞു. നമ്മള് ടുലിപ്സ് നമുക്ക് കാണാനുള്ള ഒരു എന്താ പറയാ, ഒരു ആകാംക്ഷയില് നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇന്ന് ലാസ്റ്റ് ഡേ ആണ് കേട്ടോ. നമുക്ക് എന്താ പറയാ, കഴിഞ്ഞ 1 മാസമായല്ലേ തുടങ്ങിയിട്ട്? കുറെ ദിവസമായി, 2 weeks ആയാലും നല്ല പൂക്കള് വിരിഞ്ഞ് നിൽക്കുന്ന കാണാൻ അതിമനോഹരമായിരിക്കും. നമ്മള് ടിവിയിലും സിനിമയിലൊക്കെ അല്ലേ കണ്ടിട്ടുള്ളത്. എന്തായാലും നമുക്ക് പോയി കാണാം അല്ലേ? ആകാശ
ഒരു ചെറിയ ലേക്ക്, ഒരു ചെറിയ പുഴയാ. ആദ്യം തന്നെ വാഷ്റൂമിലൊന്ന് പോകണം. ഇതാണ് വാഷ്റൂം. നമ്മളാ ഫുഡ് എടുക്കുവാണ്. എന്തായാലും ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ അകത്തേക്ക് പോകാനാണ് പ്ലാന്. എന്താണ്, കംപ്ലീറ്റ് മലയാളികളും ഇന്ത്യൻസൊക്കെ മാത്രമേ ഉള്ളൂ കൂടുതൽ. മാത്രം കാർ കിടക്കണം നോക്കിയാ. രാവിലെ നല്ല തിരക്കുണ്ട്. ഇതാണ് ടിക്കറ്റ് കൗണ്ടറും എൻട്രൻസും. In case that you want to buy more. This garden in front of you is the show garden. It's a no picking zone. You're going to see a red chalk fence around. After the fence, you can pick anywhere. Just don't pick in the show garden. Oh, we have to pick them. Yes. Okay. I just wanted somebody to hand them to me, but hey, I'll pick them. I think we're the red thing. ഇത് അബിയുടെ കയ്യിലിരിക്കുന്ന സാധനം നമുക്ക് നമ്മുടെ ഫ്ലവർ പറിച്ച് ഇതിലേക്ക് അതിലേക്ക് 10 എന്നിട്ട് അവിടെ ഒരു കൗണ്ടർ ഉണ്ട്. അവിടെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അതൊരു ബൊക്കെ ആയിട്ട് സെറ്റ് ചെയ്ത് തരും. അതാണ്. ഇന്ന് ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് ചെടികൾക്ക് അത്ര വലിയ ഭംഗിയില്ല. നല്ല കാറ്റ്, നല്ല തണുപ്പുണ്ട് കേട്ടോ. ഒരു രക്ഷയില്ല. നമ്മുടെ ഊട്ടി മൂന്നാറിലൊക്കെ ഉള്ള ഒരു ക്ലൈമറ്റ് ആണ് കേട്ടോ. നല്ല കാറ്റാണ്. ഇപ്പൊ നമ്മളിത് ടിക്കറ്റ് വന്നിട്ട് നമ്മൾ ഓൺലൈൻ വഴിയാണ് എടുത്തത്. ഇന്ന് ലാസ്റ്റ് ഡേ ആണ്. 23 പ്ലസ് ടാക്സ് ആണ്. ഏകദേശം 27 ആ റേഞ്ചൊക്കെ ആവും. നമ്മള് ഒരു സിനിമയുണ്ട് നമ്മുടെ അന്യലില്, എന്താ പറയാ, കുമാരി എന്ന് പറഞ്ഞ സോങ് ഉണ്ടല്ലോ. അതൊക്കെ ഈ ടുലിപ്സ് ഗാർഡനിലൊക്കെ വെച്ചെടുത്തതാണ്. അത് ഇവിടെയല്ല, വേറെ ഏതൊരു ഫോറിൻ കൺട്രിയിൽ വെച്ചിട്ട് എടുത്തതാണ്. ഇനി എന്തായാലും ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് ഈ ടുലിപ്സിന് ഞാൻ എൻ്റെ ചെവിയിൽ കേട്ട് തുടങ്ങി. അപ്പോഴാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിച്ചത്. ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇപ്പൊ ഏപ്രിൽ 15 കഴിഞ്ഞിട്ടാണ്. ഏകദേശം 3 ആഴ്ചയോളം മാത്രമേ ലാസ്റ്റ് അപ്പം കുറച്ച് ദിവസം മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പൊ ഇന്നിപ്പോ ലാസ്റ്റ് ഡേ ആണ്. അപ്പോൾ രാവിലെ എത്ര മണി തുടങ്ങും? രാവിലെ 8 മണിക്ക് തുടങ്ങി വൈകിട്ട് ഇരുട്ടുന്നവരെ. എത്ര മണി വരെ? 8:30. ഓക്കെ, അതൊക്കെയാണ്. പിന്നെന്താ, ഓൺലൈൻ ടിക്കറ്റിനാണ് ഈ പറഞ്ഞ റേറ്റ്. ഇവിടെ വന്ന് ടിക്കറ്റ് എടുക്കാന്നുണ്ടെങ്കിൽ 30 പ്ലസ് ടാക്സ് ആണ് പറഞ്ഞത്. അപ്പൊ അറൌണ്ട് 30. എവിടെ നിന്ന് ഡാൻസ് കളിക്കും? അതാ ഞാൻ നോക്കണം. അവിടെ കൊള്ളാം, ദൂരെ. നമ്മളൊരു റീൽ എടുക്കാന്ന് ഇങ്ങനെ മനസ്സിലല്ല, ഇന്നലെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയായിരുന്നു. അപ്പൊ അത് എവിടെ എടുക്കാൻ പറ്റുമെന്നാണ് ഞാൻ ലാസ്റ്റ് ചോദിച്ചത്. അമ്മ ഇഷ്ടപ്പെട്ടാടാ പൂക്കളെല്ലാം? അല്ല, നീ മുഖത്തൊക്കെ എന്താ ഇട്ട് വെക്കുന്നത്? അത് തന്നെ ബ്ലഷ് ആയത്. ഈ തണുപ്പേക്ക് ബ്ലഷ് പൂക്കളെ നേരത്തെ വന്നിട്ടുണ്ടോ? പിന്നെ ഇവിടെ തന്നെയാണോ വന്നിട്ടുള്ളത്? വേറെ സ്ഥലത്ത്. ഈ വേറെ സ്ഥലത്ത് എന്ന് പറയുമ്പോ അതുപോലെ ഇത് ഇത്രയും വലിയ വലുതായിരുന്നു, പക്ഷെ അതിന്റെ സീസൺ കഴിഞ്ഞു. ഓക്കെ. നമ്മളെ ചെറുക്കൻ, ആംബ്രോ ചെറുക്കൻ എവിടെയാണ് നോക്കട്ടെ. തണുത്തിട്ട്
എല്ലാരും പൂക്കള് ആസ്വദിക്കുന്നതിനേക്കാളും കൂടുതൽ ഫോട്ടോ എടുക്കുന്നു, അങ്ങനെയൊക്കെയാണ് കേട്ടോ. ഈ ടുലിപ്സിനെ കുറിച്ചിട്ടേ ഏകദേശം 109 വെറൈറ്റിയോളം ഉണ്ടെന്നാ പറയപ്പെടുന്നത് കേട്ടോ. വിധമായ കളേഴ്സ്. കാറൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഡോണ്ട് സിറ്റ് ഓർ ഗോ ഇൻടു ദ കാർ. എനിക്കിപ്പോ ഓർമ്മ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് നാട്ടിലുണ്ടായിരുന്ന സമയത്ത് മറ്റേ സൂര്യകാന്തി പൂത്ത സമയത്ത് നമ്മളെ സുന്ദരവാണ്ടിപുരത്ത് പോയ ഓർമ്മയാണ്. ഈ യെല്ലോ പൂ കണ്ടപ്പോ എനിക്ക് തോന്നിയത്. ഏകദേശം 109 വെറൈറ്റി ഉണ്ടെന്നാണ് ഈ ട്യൂലിപ്സ്. ഒരു തണ്ടില് വളരുന്ന പൂവാണ്, പക്ഷെ പല വെറൈറ്റിയിലും കുറച്ച് ശിഖരങ്ങളൊക്കെ ഉള്ള പൂക്കളും ഉണ്ട് കേട്ടോ. എനിവേ എന്തായാലും ഇത് പോളണ്ടിലാണ് ഇതിന്റെ കൂടുതൽ എന്താ പറയാ ഉത്ഭവം എന്നൊക്കെ പറയാം. പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ അമേരിക്ക, പിന്നെ യൂറോപ്യൻ കൺട്രീസിലൊക്കെ വന്നു തുടങ്ങി. ഇപ്പോൾ ഇതൊരു സീസൺ സമയങ്ങളിൽ യൂറോപ്യൻ കൺട്രീസിലും ഇതുപോലെ കാനഡ, USA അങ്ങനെ സ്ഥലങ്ങളിലൊക്കെ ഈ 20-30 ദിവസത്തിനകത്ത് അവരൊരു ഫാമായിട്ട് ക്രിയേറ്റ് ചെയ്ത് ഇങ്ങനെ ഒരു വിസിറ്റേഴ്സിനൊക്കെ വെച്ച് വലിയൊരു ബിസിനസ് ആയിട്ട് കൊണ്ടുപോകും. അടിപൊളിയായിട്ട്. എന്തായാലും ഇത് നമ്മൾ കാണാനും ആസ്വദിക്കാനൊക്കെ പറ്റുക എന്നുള്ളതൊരു വലിയൊരു സംഭവം തന്നെയാണ്. ചിലപ്പോ എനിക്ക് തോന്നുന്നു ഇതൊരു 2 ആഴ്ച ഇത് നിക്കത്തുള്ളൂ. ഇപ്പൊ തന്നെ കൊറേയൊക്കെ കൊഴിഞ്ഞു തുടങ്ങി. ഒരു 1 വീക്ക് മുന്നേ വന്നിട്ട് കുറച്ചുകൂടി നല്ല വ്യൂ അറിയില്ല. കുഴപ്പമില്ല, നമുക്ക് നെക്സ്റ്റ് ടൈം വരാല്ലേ. അതെ. പിന്നെ വേറൊരു കാര്യമുള്ളത്, നമ്മള് ഇപ്പൊ ഒരു ടിക്കറ്റില് നമുക്ക് 10 പൂക്കള് നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാം കേട്ടോ. ഇങ്ങനെ ഇത്ര സമയം ഒന്നുമില്ല. നിങ്ങൾക്ക് എത്ര സമയം വേണമെങ്കിൽ ഇവിടെ സ്പെൻഡ് ചെയ്യാം. ഇവിടെ എന്താ നമ്മള് ഫുഡ് കൊണ്ടുവരാണെങ്കിൽ ഒരു പിക്നിക് സ്പോട്ട് പോലെ ഇരുന്ന് കഴിക്കാനുള്ള ജസ്റ്റ് അവര് ചെറിയ അറേഞ്ച്മെന്റ്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ വാഷ്റൂം ഉണ്ട്, വാഷ്റൂംസ് ഉണ്ട്. എല്ലാം മഴ തുടങ്ങി. സാൻഡ്വിച്ച്. അതിന് ജാമുണ്ട്. എന്ത് വികാരമാണ് കിട്ടുന്നത് എനിക്കറിയില്ല. കാര്യം തണുപ്പായിരിക്കും അറിയില്ല. ഇപ്പൊ മൂന്നാർ ഊട്ടിയൊക്കെ മാറി വേറെ കാനഡയിലേക്ക് വന്നു. പെട്ടെന്നായിരുന്നു എൻട്രൻസ് വെച്ചിട്ട് ഊട്ടിയായിരുന്നു. ആലപ്പി അറിയുമ്പോ കാനഡ. ഇതാണ് നമ്മുടെ കാനഡയുടെ ഒരു പ്രത്യേകത. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ വെയില്, എവിടെയെങ്കിലും എത്തിയാ മഞ്ഞ്. അങ്ങനെ നമ്മള് ഫുഡൊക്കെ കഴിച്ചു. ഇനിയിപ്പോ അടുത്ത സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഫോട്ടോസ് വീഡിയോസ് എടുക്കുക, തിരിച്ചു പോവുക എന്നുള്ളതാണ്. ഇവിടെ ക്ലൈമറ്റ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. അടുത്ത മഴയ്ക്കുള്ള ഒരു ചാൻസ് ഉണ്ട്. ഇപ്പോ വെതർ നോക്കിയപ്പോ 8 ആണ്. എന്തായാലും ഉടനെ തന്നെ ഇവിടുന്ന് പായണം. എന്ത് രസമാണ് നോക്കി. ഗൈസ്, വൈറ്റ് ഷൂവിന്റെ തീരുമാനമായി. വായി നോക്കിയൊക്കെ നടന്നു കഴിഞ്ഞാൽ ഇത് തന്നെ സ്ഥിതി. ഒരു ചെളിയെ ഒന്ന് ചാടി, വൈറ്റ് ഷൂ എല്ലാം കൂടെ പരിപ്പായി. വിധവിധമായ കളർ.
കോട്ടൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുക. സൂപ്പർ അമ്മ, സൂപ്പർ. പറയും. ഓക്കെ ഷുവർ. അന്ന് വിളിക്കാൻ പേടിയാവും. നോക്കട്ടെ. അങ്ങനെ നമ്മുടെ ടിമ്മിലെ ചെറിയ കലാപരിപാടികളൊക്കെ കഴിഞ്ഞു. നമ്മള് ചെറിയ കോഫി കുടിക്കാൻ വേണ്ടി കയറി. അങ്ങനെ നമ്മൾ സൂപ്പ് കുടിച്ചു. പിന്നെ അമ്മ ഒരു ബർഗർ കഴിച്ചു. പിന്നെ വേറെ ഒന്നും കഴിച്ചില്ല. അത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ അടുത്ത സ്പോട്ടിലേക്ക് പോകുന്നു. ഒരു സൺസെറ്റിന്റെ ഒരു സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞിട്ട് മീനു പറഞ്ഞായിരുന്നേ. മീനു നേരത്തെ വന്നിട്ടുണ്ട്. I was born in Canada. അപ്പൊ അങ്ങനെ ആ സ്പോട്ടിൽ പോയിട്ട് ഇന്ന് സൺസെറ്റിന് സൂര്യൻ ഇല്ലാത്തത് കൊണ്ട് സൂര്യനെ കാണാനില്ല. അപ്പോൾ സൺസെറ്റ് കാണില്ലല്ലോ. അപ്പൊ നമ്മൾ ജസ്റ്റ് ആ സ്പോട്ടിൽ അത് നോക്കിയിട്ട് പോകും. എന്നിട്ട് നേരെ നയാഗ്രയിലേക്ക് പോകും. അങ്ങനെയാണ് കേട്ടോ അബി പ്ലാന്. അതെ, അങ്ങനെയാണ്. അബിക്ക് വേറെ എന്തെങ്കിലും പ്ലാന് പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടോ? യാതൊരു പ്ലാനും ഇല്ല. ഓക്കെ, പ്ലാൻ ഇല്ലാത്ത മറ്റാളാണ്. ഒരാളിത് ഇവിടെ ബാക്കിലിരുന്ന് ഞം അടിക്കുന്നുണ്ട്. രാവിലെ ഇത് 3ാമത്തെ 4ാമത്തെ പ്രാവശ്യമാണ്. വിശപ്പില്ല എന്ന് പറഞ്ഞ സംഭവം അടിച്ച് കയറ്റാണ്. സൂപ്പ് കുടിച്ചപ്പോൾ വിശപ്പ് വന്നാണ്ട് പോയി. ഓക്കെ. ഒരു പിടിയില്ല. വർക്കിംഗ് ഹോഴ്സ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ നമ്മുടെ നാട്ടില് വർക്കിംഗ് ഹോഴ്സ് ഒക്കെ ഉണ്ട്. ഭയങ്കര ഹൈറ്റ് കേട്ടോ. ഒരു രക്ഷയില്ല. വീടിന് ഫ്രണ്ടിലാണ്ടോ ലൈബ്രറി, ലിറ്റിൽ ഫ്രീ ലൈബ്രറി സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ വീട്ടിൽ ഫ്രീ ബുക്ക് ഇത് എടുത്തിട്ട് നേരെ വീട്ടിൽ കൊണ്ടുപോകാനുള്ളതല്ല, തിരിച്ചിവിടെ വായിച്ചിട്ട് തിരിച്ചു കൊണ്ടുപോയിക്കണം. ആണ് അങ്ങനെയല്ല, നമുക്ക് ഇവിടെ നിന്ന് ഒരു ബുക്ക് എടുക്കാം. എന്നിട്ട് നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും ബുക്ക് വേണമെങ്കിൽ ഇവിടെ റിട്ടേൺ ചെയ്യാം. അങ്ങനെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടോ? ടേക്ക് എ ബുക്ക്, റിട്ടേൺ എ ബുക്ക്. അതന്നെ, റിട്ടേൺ എ ബുക്ക്. ഈ ബുക്കാണ് റിട്ടേൺ ചെയ്യാനുള്ളത്. ഇവിടെ ഇതാണ് പരിപാടി. ഇതാ ഹോഴ്സ് റൈഡിങ് ഫുള്ള് ഇവിടെ ചുറ്റി കാണിക്കും കേട്ടോ. എത്രയാണെന്നുള്ളതൊന്നും അറിയില്ല, പക്ഷെ ഒരിക്കൽ ഒരു ദിവസം ട്രൈ ചെയ്യണം എന്തായാലും. ഇന്നാണ് ഒരു റിയൽ ഒരു കാനഡ നമ്മൾ കാണുന്നത് കേട്ടോ. അതങ്ങനെ പറയാൻ കാരണം ഇത് ആക്ച്വലി നമുക്ക് ഓരോന്ന് കാണുന്നത് ഒരു പുതുമ പോലെയാണ് കേട്ടോ. കാര്യം ഇന്നിപ്പോൾ നയാഗ്രയിലേക്ക് വന്നപ്പോഴത്തേക്കും ഫുള്ള് ഗ്രീനായിട്ടും. കണ്ടു പഠിക്കേണ്ട ചില കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഓരോരുത്തര് റൊമാൻറ്റിക് ഡിന്നറിന് ലേക്ക് സൈഡ് അവൻ കൊണ്ട് സെറ്റ് ഇട്ടിരിക്കുന്ന അവിടെ നടക്കുന്നല്ലോ ഇങ്ങനെ ക്യാമറയും പിടിച്ചോണ്ട്. അതന്നെ നമുക്ക് ഞാൻ അതാണ് പറയുന്നത്, നമുക്ക് പുതിയ അനുഭവങ്ങളല്ലേ. നോക്ക് അവൻ സെറ്റ് ഇട്ടോണ്ടിരിക്കുന്ന അവിടെ. കമയ്ക്ക് വരും ഇപ്പൊ സർപ്രൈസ്. സെറ്റ് കാണിച്ചു തരാം. ഇതൊരു ലേക്ക് വ്യൂ ആണ് കേട്ടോ, സംഭവം സെറ്റ്.
അയ്യോ യുഎസിന്റെ ഫ്ലാഗ്. അമേരിക്കയാണ്. അമേരിക്ക. ഓ അമേരിക്ക. അമേരിക്ക ഇതാ കണ്ട. സെക്യൂരിറ്റിയാണ് പോകുന്നത്. ടൊറന്റോ. ഓ ടൊറന്റോ നമ്മുടെ കണ്ടോ. ഇതാ നമ്മളിതാ യുഎസ് ഇത് എവിടെയെന്ന് കാണുകയാണ്. അമേരിക്ക. അങ്ങനെ നമ്മുടെ ഇതാ ജെറിൻ ബ്രോ നമ്മളെ അമേരിക്കയും കാണിച്ചു തന്നു കേട്ടോ. ഒന്നും പറയണ്ട. ഇതാ ഗൈസ്, ഇതാ ഇവിടെന്ന് നീന്താൻ അറിയാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ ചാടുക, നീന്തുക, കരക്കെടുക്കുക. കരക്ക് അടുക്കുമ്പോ ഒരു വെടിയും കൂടെ കേക്ക്. ഇത് ബോർഡർ സെക്യൂരിറ്റി ആണ് കേട്ടോ. ബോർഡർ സെക്യൂരിറ്റി ആണ് ഇതാ പൊക്കോണ്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് അങ്ങനെ എടുത്ത് ചാടാനൊന്നും പറ്റില്ല. ചാടി അപ്പൊ അവന്മാര് പൊക്കി എടുത്തോണ്ട് പോവും. എടുത്തോണ്ട് പോയി പിന്നെ കാനഡയ്ക്കും വരാൻ പറ്റൂല. നേരെ അവർ ടിക്കറ്റ് എടുക്കും, കയറ്റി വിടും. ഫ്രീ ടിക്കറ്റ് ആയിരിക്കുമോ? ഫ്രീ, എല്ലാം ഫ്രീ ആയിരിക്കും, എല്ലാം ഫ്രീ. നാട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഫ്രീയോട് ഫ്രീ. ഇല്ല, ഞാൻ ചോദിക്കായിരുന്നു കുറച്ച് റൊമാൻറ്റിക് ആവാൻ തോന്നണല്ലേന്ന്. ഞാൻ ഓൾറെഡി ഞാൻ ഓൾറെഡി റൊമാൻറ്റിക് ആണല്ലോ. അപ്പൊ ഇനി പ്രത്യേകിച്ച് ഇനിയിപ്പോ അതിന്റെ ആവശ്യമുണ്ടോ? എന്നാലും കുറച്ചും കൂടെ റൊമാൻറ്റിക് ആവാം. ഓഫ് കോഴ്സ്. കാര്യം നമ്മളിപ്പോ കാനഡയിലാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷെ അമേരിക്ക എവിടെയെന്ന് കാണാം. അത് ജീവിതത്തിൽ തന്നെ അതൊരു സാധ്യമാക്കി എടുക്കാൻ നമ്മൾ വളരെയധികം കഷ്ടപ്പെട്ടിട്ടുണ്ട് അല്ലെ? അപ്പൊ ഇവിടെ നിന്ന് ഇപ്പൊ നമ്മൾ അമേരിക്കയിൽ പോകും ഒരു ദിവസം. ഇവിടെ കയാക്കിംഗ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട് കേട്ടോ. വലിയ സാൽമൺ. അപ്പൊ നമ്മളെ ഇപ്പൊ നേരെ നയാഗ്ര വേറെ സ്റ്റോപ്പ് ഒന്നുമില്ല, നേരെ വാട്ടർഫോൾ. അതന്നെ, അവിടെ പോയി ഏറ്റവും വലിയ വെള്ളച്ചാട്ടം. അതെ, ലോഹ അത്ഭുതം. അതന്നെ. അപ്പൊ എന്തായാലും അതിന് മുകളിൽ ചാടുന്ന പറഞ്ഞ നമുക്കറിയാം. സാഹസം കാണുന്നത് അല്ല, പുള്ളി പണ്ട് എപ്പോഴും ചാടാറുള്ള സ്ഥലമാ. അപ്പൊ പറയണം. അതെ. ഇനി എന്തായാലും ഇന്ന് അവിടെ ഫയർ വർക്ക്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ അതുവരെ നിൽക്കുമോ എന്നുള്ളത് അറിയില്ല. കാര്യം ഇപ്പൊ വെതർ ഇങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കുക. അപ്പൊ എന്തായാലും നമ്മൾ കുറെ ഫോട്ടോസ് ഇവിടെ ഇരുന്ന് കുറെ സമയം പോയി അല്ലേ? 1 മണിക്കൂറോളം, ഇവിടെ 1.5 മണിക്കൂർ പോയിട്ടുണ്ടാവും. കാര്യം അഞ്ജലിയുടെ ഒക്കെ ഫോട്ടോ എടുത്ത് തകർത്തെ. ഫോണും മൊത്തം അഞ്ജലിയുടെ, അബിയുടെ ഇവരെ ഫോട്ടോ മാത്രമേ ഉള്ളൂ. വിമൽരാജിന്റെ ഒറ്റ ഫോട്ടോ പോലും ഇല്ല. അതെന്താ എടുത്തില്ല, അതെന്താന്നറിയില്ല. മാമനോടൊന്നും തോന്നല്ലേ? അതെ, നോ കമന്റ്സ്. അത് തന്നെ. നമ്മുടെ ഇന്നത്തെ പുതിയ നമ്മുടെ ആള് നല്ല ഉറക്കത്തിലാണ്. രാവിലെ മുതല് ഫുഡ് കൊടുക്കുക, കിടക്കുക, ഉറങ്ങുക, അതാണ് പരിപാടി. അപ്പോ നമ്മളിതപ്പോ അമേരിക്കയുടെ തൊട്ടടുത്താണ് നമ്മളുള്ളത്. ഇവിടുന്ന് നീന്തി അപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ ഒരു വെടി മാത്രം. നാട്ടിലേക്ക് പാഴ്സലായി ഫ്രീ ടിക്കറ്റ് വേണമെന്നുണ്ടെങ്കിൽ പോവാം. ഇനി എന്തായാലും നമ്മൾ നേരെ അങ്ങോട്ട് പോവാണ്. എന്തായാലും നമ്മുടെ ഒരു അടിപൊളി ട്രിപ്പായിരുന്നു അല്ലേ ഇന്ന്? അടിപൊളി ട്രിപ്പായിരുന്നു, അതന്നെ. അപ്പൊ എനിവേ നമ്മള് നയാഗ്ര വാട്ടർഫാൾസ് ഇവിടെ കണ്ടുകൊടുത്തിരിക്കുന്നത് ആരാണ്? ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. നമ്മുടെ മറ്റേ ലേക്കിൽ നിന്ന് നമ്മുടെ നയാഗ്ര വാട്ടർഫാൾസിലേക്ക് പോകുന്ന വഴിയില് ഒരിടത്ത് നമ്മുടെ ജെറിൻ അങ്ങ് നിർത്തി വണ്ടി നിർത്തിയിട്ട് നമ്മളോട് ഒരു സംഭവം കാണിച്ചു തന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ചാപ്പൽ എന്ന് പറഞ്ഞു. ലോകത്തിലെ ഏറ്റവും ചെറുത് പറയൂ, ഡീറ്റെയിൽ ആയിട്ട് ഏറ്റവും ചെറിയ ചാപ്പൽ കാണുന്നത്. അതെ. ഇപ്പൊ ഇതിനകത്ത് ആൾക്കാരുണ്ട്. നമ്മളിത് കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അവർ ഇറങ്ങി കഴിഞ്ഞാൽ നമ്മൾ കയറാൻ വേണ്ടി നമുക്ക് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഉള്ളിലേക്ക്. ഇതിനകത്ത് അച്ഛനൊക്കെ ഉണ്ടാവും. അച്ഛനിപ്പില്ല. അച്ഛനില്ല. പിന്നെ കുരിശിലെ ഇങ്ങനെ ജസ്റ്റ് നമുക്ക് ഉള്ളിലേക്ക് കയറുമ്പോ കറക്റ്റ് ആയിട്ട്. നിങ്ങൾ നേരത്തെ വന്നിട്ടുണ്ടോ? ഇല്ല, ഈ വീടിക്ക് ആദ്യമായിട്ടാണ് വരുന്നത്.
അമ്മു അമ്മു എവിടെ അമ്മു എവിടെ അപ്പ കേറല്ലേ Yeah, next destination. നദി രണ്ട് യൂട്ടിലൈസ് ചെയ്യാലോ. ഒരു ബ്രിഡ്ജ് കണ്ടായിരുന്നോ? ആക്ച്വലി നമ്മൾ അവിടെ നിന്നാണ് വന്നത്, അവിടെ നിർത്താൻ കഴിഞ്ഞില്ല. ഇതാ US-ന്റെ കാനഡയുടെ ഫ്ലാഗ് വെച്ചിട്ടുണ്ട്. അതാണ് ബോർഡർ കണക്ട് ചെയ്യുന്ന. അതെ, നമ്മൾ USA-ലേക്ക് പോകുന്നുണ്ടെങ്കിൽ ആ ബ്രിഡ്ജ് വഴിയാണ് പോവേണ്ടത് അല്ലെ? US-ലേക്ക് പോണെങ്കിൽ ആ ബ്രിഡ്ജിലേക്കല്ലേ? ബ്രിഡ്ജ് ഉണ്ട്, പിന്നെ അവിടെ ഉണ്ട് അണ്ടർഗ്രൗണ്ട് പാസിംഗ്. ഓ, ഇതാ ഇത് നമ്മുടെ കറണ്ട് ഉൽപ്പാദിപ്പിക്കുവാണ്, അതിന്റെ യൂണിറ്റ് കാര്യങ്ങളൊക്കെയാണേ. ഇത് US-ന്റെ ആണ് കേട്ടോ, US-ന്റെ ഹൈഡ്രോ ആണ് കേട്ടോ. നമ്മുടെ ഏതാ ഹൈഡ്രോ അടിപൊളിയാണല്ലോ, അതും അവിടെയാ. പവർ ജനറേഷൻ ഇതിനേക്കാളും അടിപൊളിയാണ് കാനഡയുടെ പവർ യൂണിറ്റ് സ്റ്റേഷൻ എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. ഇവിടെ നമ്മുടെ കാനഡ സൈഡാണ് കാണാൻ വളരെ ഭംഗി എന്നാ പറയുന്നത്. ഇത് അമേരിക്ക, ഞാൻ നിൽക്കുന്നത് കാനഡ. എന്ത് വളരെ അടുത്തല്ലേ, എന്തോ ഒരു സ്വപ്നം കണ്ടതുപോലെ തോന്നുവാണ്. ഇനി എന്തായാലും ദൈവത്തിനോട് നന്ദി, എന്തായാലും ഇതൊക്കെ കാണാനുള്ള ഭാഗ്യം കിട്ടിയില്ലേ, അത് തന്നെ വലിയ കാര്യമല്ലേ. അപ്പൊ അമേരിക്ക കണ്ടപ്പോ സന്തോഷമായ? സന്തോഷായി. അമേരിക്ക എത്ര അടുത്തല്ലേ നമ്മള്, ഭയങ്കര അടുത്ത. നമ്മളെ മറ്റേ അക്കര സിനിമയില് ചാട്ടം മതി. ഗൈസ്, അവിടെ ഒരു പുകപടലം കണ്ടോ? ആ ജോയിന്റ് വീലിന്റെ സൈഡിൽ ഒരു പുകപടലം കണ്ടോ? അതാണ് അവിടെയാണ് നയാഗ്ര. കാണിച്ചു കൊടുക്കും നമ്മുടെ ഗൈസ്. ആ പുക കണ്ടോ? ഈ പുക നയാഗ്ര ഫാൾസിൽ നിന്ന് വെള്ളം വന്ന ഫോഴ്സിന്റെ അവിടെ ഒരു ജോയിന്റ് വീലുണ്ട് കണ്ടോ? അങ്ങനെ നമ്മള് നയാഗ്ര എത്തി. നയാഗ്ര സെറ്റായി. പാർക്കിംഗ് $30 പേ ചെയ്യേണ്ടി വന്നു. രണ്ട് കാറിന് ഒരു കാറിനാണ് $30. ഏകദേശം നാട്ടിൽ എത്രയായി? ഒരു 2000 റേഞ്ച് വരും. അതെ, 2000 അടുപ്പിച്ചായി. അതായത് ഇപ്പൊ രണ്ട് വണ്ടിക്കും കൂടെ ഏകദേശം 3000 സംതിങ്ങോളം ആയിട്ടുണ്ട് കേട്ടോ. ഇതാണ് നയാഗ്ര സിറ്റി. നമ്മള് പാർക്ക് ചെയ്ത് അങ്ങോട്ട് നടക്കുക. ഏതാണ്ട് നമ്മളെ അടുത്ത് എത്താറായിട്ടുണ്ടേ. നല്ല തണുപ്പുണ്ട്. സമയം കൂടുന്തോറും തണുപ്പിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക. അതുണ്ടോ സ്പീഡ് വേ നയാഗ്ര, അത് കൊള്ളാം. അത് ഒരു ദിവസം നയാഗ്ര കാണാറുണ്ട് കേട്ടോ. ഇവിടെ കുറെ ആക്ടിവിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കാസിനോ ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഒരു ഭയങ്കര വലിയ സിറ്റി പോലെ നല്ല രസമുണ്ട്. ശരിക്കും റെസ്റ്റോറന്റ് ഉണ്ട് കേട്ടോ. നമ്മുടെ ഇന്ത്യൻ റെസ്റ്റോറന്റ് കുറെ ഉണ്ട് കേട്ടോ ഇവിടെ. നമ്മളെന്തായാലും ഇവിടെ രാത്രി ഫുഡ് കഴിച്ചിട്ടൊക്കെ പോകും. പിന്നെ ഇവിടെ ഫയർ വർക്സ് ഇപ്പൊ എല്ലാ ദിവസവും എന്ന് തൊട്ട് സ്റ്റാർട്ട് ചെയ്ത് 16 May 16 തൊട്ട് ഇനി എന്നും എനിക്ക് തോന്നുന്നു വിന്റർ വരെ എങ്ങാണ്ടായിരിക്കും. അതെ, സമ്മറിന് ഉണ്ടാവും. ഡെയിലി 10 മണിക്ക് രാത്രി 10 മണിക്ക് ഫയർ വർക്സ് ഉണ്ട്. അതെ, ധാബ ഫുള്ള് ധാബയൊക്കെയാണ് ഇവിടെ കൂടുതലുള്ള. ഇന്ത്യൻ റെസ്റ്റോറന്റ്, നോർത്ത് ഇന്ത്യൻ ഒക്കെയാണ് കൂടുതലുള്ളത്. കേരള റെസ്റ്റോറന്റ് എന്തോ ഒരെണ്ണം ഉണ്ടെന്ന് നമ്മുടെ ജെറിൻ പറഞ്ഞു. എന്തായാലും നോക്കാം. എന്തായാലും ജെയിന്റ് വീലൊക്കെ ഉറപ്പായിട്ടും ട്രൈ ചെയ്യാം കേട്ടോ. പഞ്ചാബി ധാബ വൺ സെറ്റാ കേട്ടോ ഇവിടെ. റിപ്ലീസ് ബിലീവ് ഇറ്റ് ഓർ നോട്ട് എന്ന് പറഞ്ഞിട്ട് TV ഷോ ഉണ്ടായിരുന്നു. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴേ കണ്ടിട്ടുണ്ട്. അതിന്റെ ഒരു ഇതാണ്. ഇതിനകത്ത് നമുക്ക് ഇങ്ങനെ അത്ഭുതം തോന്നും ഇതിനകത്തുള്ള കാഴ്ചകൾ. ഓ, അതാണ് ഇതിപ്പോ നിങ്ങൾ കാണുന്നത് റിയൽ ആണെന്ന് തോന്നും, പക്ഷെ റിയൽ അല്ല. റിയൽ പോലെ തന്നെ ഉണ്ട് കേട്ടോ. ഓ, അതാ എഴുതിയിട്ടുണ്ടല്ലോ അതവിടെ.
ബിലീവ് ഇറ്റ് ഓർ നോട്ട്. ഇതിന് കയറാൻ സമയം കാണില്ലല്ലേ? അങ്ങനെ ലോഹ അത്ഭുതം കാണാൻ വേണ്ടി ഇതാ ഏതാനും നിമിഷങ്ങൾക്കകം നമ്മളിതാ എത്താൻ പോവാണ്. എത്തിക്കഴിഞ്ഞു. അയ്യോ കണ്ടു കേട്ടോ, കണ്ടു 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 അയ്യോ കണ്ടു 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 കണ്ടു. ഇതാ കണ്ടോണ്ടിരിക്കുവാ. കണ്ടു കഴിഞ്ഞു. ഒരു രക്ഷയില്ല കേട്ടോ. എനിക്ക് എന്ത് എങ്ങനെ നിങ്ങളോട് അത് പറഞ്ഞു തരണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ അനുഭവം. ഇതാ വളരെ ദൂരെന്ന് ഒരു അങ്ങോട്ട് നോക്കാൻ തോന്നുന്നില്ല, കുറച്ച് അടുത്ത് ചെന്നിട്ട് ഒരു അതാ കണ്ണു തുറക്കാനാ തോന്നണേ കേട്ടോ. എന്തായാലും നമ്മള് വിഷുക്കണി ഉണ്ടല്ലോ, അതുപോലെ എനിക്ക് നോക്കാൻ തോന്നുന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കണ്ണടച്ച് അവിടെ മുന്നിൽ പോയിട്ട് കണ്ണ് തുറക്കാൻ തോന്നുന്നു സത്യം. ഇത് US സൈഡ് ഫാളാണ്. ഓ, അപ്പുറത്താണ് നമ്മുടെ സൈഡ്, നമ്മളെ കനേഡിയൻ സൈഡ്. അവിടെ US ആണ്. ഒരു കുഞ്ഞ് CN ടവർ ഇവിടെ ഉണ്ട്. ഇത് അമേരിക്കയുടെ വാട്ടർഫോൾസ് ആണ് നയാഗ്ര. നമ്മളെ ജില്ലെന്ന് നിൽക്കുന്നു, ജില്ല ഒരു രക്ഷയല്ല. എൻ്റെ അടുത്ത് വന്നു. ആക്ച്വലി ഇത് രാവിലെ പകല് കാണാനും ഒരു വ്യത്യസ്ത ഒരു കാഴ്ചയാണ്. അതുപോലെ തന്നെ രാത്രി, നമ്മളിപ്പോ രാത്രിയാണ് ആദ്യമായിട്ട് കാഴ്ച, രാത്രിയായിപ്പോയി. ഇനി ഒരു ദിവസം രാവിലെ വന്നിട്ട് ഫുൾ എക്സ്പ്ലോർ ചെയ്യണം എന്തായാലും. ഇനി എന്തായാലും കണ്ടോട്ടേ ഇരിക്കാൻ തോന്നും. ഈ ബോട്ടിംഗ് ഒക്കെ ഉണ്ടോ? ബോട്ടിങ് അതിന്റെ താഴെ വരേക്കും പോകുന്ന ഞാൻ ആദ്യമായിട്ടാണ്. ഭയങ്കര ഒരു ഡേഞ്ചർ ഒരു സംഭവമാണെന്ന് തോന്നുന്നു അല്ലേ? ബോട്ട് വലിയ ബോട്ടാണോ? വലിയ ബോട്ടാണ്. ഓക്കെ ഉണ്ടല്ലേ? ആണോ? അയ്യോ, ആ ബിസ്കിന്റെ അടിയിലോട്ട് പോകുന്നാ പറയുന്നത് ബോട്ട്. അപ്പൊ ഫുള്ള് നനയും നമ്മളല്ലേ? ഞാൻ വേറെ വ്ളോഗൊന്നും ഞാൻ കണ്ടിട്ടില്ല. അപ്പോ എന്തായാലും ഒരു ദിവസം എക്സ്പ്ലോർ ചെയ്യാം. അപ്പൊ കേട്ടാ നമ്മള് ബോട്ടിൽ കയറി ബിസ്കിന്റെ അടിയിലോട്ടൊക്കെ പോയി. ക്യാമറയിലെ കൈ വെക്കരുത്. ഇനി ഫയർ വർക്സ് കാണാൻ വേണ്ടിയിട്ട് 10 മണിയാവാൻ ഇനി 2 മിനിറ്റ് കൂടെ ഉള്ളൂ. ഫയർ വർക്സ് കാണാൻ വേണ്ടിയിട്ടുള്ള തിരക്കാണ് ഇപ്പോൾ.